ഖജനാവ് നിറക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നൊരു വാചകം, പൂമ്പാറ്റ പൂവറിയാതെ തേൻ ഊറ്റുന്നത് പോലെ ഖജനാവ് നിറക്കും എന്നായിരുന്നു. പക്ഷേ കടമെടുപ്പ് പരിധി തന്നെ കടന്നുപോകും. അപ്പോ പൂവില്ല, പൂമ്പാറ്റയില്ല, തേനുമില്ല. കടം മാത്രമാണ് പുതിയ സർക്കാരിന്റെ ഖജനാവിൽ എന്നതാണ് ഉണ്ടായിട്ടുള്ള വസ്തുത. മറ്റൊരു പ്രശ്നം, നമ്മുടെ കേരളത്തിൽ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 3 മാസം കൊണ്ട് ധനസ്ഥിതി മാറ്റി കാണിച്ചു തരും എന്നായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി നൽകിയിരുന്ന അവകാശവാദം. ഇപ്പോ എന്താണ് സ്ഥിതി? 2026-27 വർഷം നമ്മുടെ സംസ്ഥാനത്ത് ആദ്യത്തെ 9 മാസത്തേക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന വായ്പാ പരിധി 32,484 കോടി രൂപയാണ് ആദ്യത്തെ 9 മാസം. അപ്പോ 3 മാസമാണ് ഇപ്പൊ പിന്നിട്ടത്. 32,484 കോടിയില് 30,462 കോടി രൂപയും ഈ 3 മാസത്തിനുള്ളിൽ എടുത്തു കഴിഞ്ഞു. ശരാശരി പ്രതിമാസം 3,000 കോടി രൂപയുടെ മുകളിലാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പോ ഇനിയുള്ള മാസങ്ങൾ അവശേഷിക്കുന്ന വായ്പാ പരിധി 2,022 കോടി രൂപ മാത്രമാണ്. ഇത് സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയാക്കുമെന്ന് സർക്കാർ കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പഴയ കാര്യങ്ങളൊന്ന് ചെറുങ്ങനെ ഓർമ്മിച്ചാൽ LDF സർക്കാരിനെതിരെ വലിയ തോതിൽ കടം വാങ്ങുന്നതിനെതിരെയുള്ള ആരോപണങ്ങളായിരുന്നു ഉന്നയിക്കപ്പെട്ടിരുന്നത്. അപ്പോ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പിൻവലിക്കുന്നു എന്നെങ്കിലും പറയാനുള്ള സാമാന്യ മര്യാദ സർക്കാരും മുഖ്യമന്ത്രിയും കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കടം വർദ്ധിക്കുന്നതിന് കാരണമായിട്ട് UDF-ഉം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ആരോപിച്ചിരുന്നത് സർക്കാരിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ധൂർത്തുമാണ് കടം വാങ്ങുന്നതിനിടയാക്കുന്നത് എന്നാണ്. അപ്പോ ഇപ്പൊ കടം ഇങ്ങനെ സ്വീകരിച്ചത് അതേ കാരണങ്ങൾ കൊണ്ടാണോ? അതും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് നന്നായിരിക്കും. ഇവിടെ കടമെടുപ്പ് പരിധി വർദ്ധിക്കുന്നത് സംസ്ഥാനത്തിന്റെ GDP വളർച്ചക്കനുസരിച്ചാണ്. ഇത് സാധാരണ നിലക്കുള്ള സാമ്പത്തിക മാനേജ്മെന്റിന്റെ ഭാഗമാണ്. പക്ഷേ അതിനപ്പുറമുള്ള കടമെടുത്താൽ അത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കും. നമ്മുടെ കേരളത്തില് കൃത്യമായ ധനമാനേജ്മെന്റിലൂടെ നികുതി വരുമാനം വർദ്ധിപ്പിച്ചും മറ്റുമാണ് കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ മുന്നോട്ട് പോയത്. പക്ഷേ അക്കാലത്ത് സംസ്ഥാനം നേടിയ സാമ്പത്തിക വളർച്ച, വികസനം ഇതൊന്നും കാണാതെ കടത്തിന്റെ മാത്രം കണക്ക് പറഞ്ഞ് അധിക്ഷേപിക്കാനാണ് UDF ശ്രമിച്ചത്. ഇപ്പോ അന്നത്തെ ആരോപണങ്ങളെ കുറിച്ച് എന്താണ്
ഇപ്പോഴത്തെ അനുഭവത്തിൽ പറയാനുള്ളത്. ഇവിടെ ഖജനാവ് നിറക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നൊരു വാചകം, പൂമ്പാറ്റ പൂവറിയാതെ തേൻ ഉറ്റുന്നത് പോലെ ഖജനാവ് നിറക്കും എന്നായിരുന്നു. പക്ഷേ കടമെടുപ്പ് പരിധി തന്നെ കടന്നുപോകും. അപ്പോ പൂവില്ല, പൂമ്പാറ്റയില്ല, തേനുമില്ല. കടം മാത്രമാണ് പുതിയ സർക്കാരിന്റെ ഖജനാവിൽ എന്നതാണ് ഉണ്ടായിട്ടുള്ള വസ്തുത. കഴിഞ്ഞ 10 വർഷക്കാലത്ത് ക്ഷേമവികസന പദ്ധതികളോ ശമ്പളമോ കമ്പോള ഇടപെടലോ ഒന്നും തടസ്സപ്പെട്ടിരുന്നില്ല. അധികാരം ഒഴിയുമ്പോൾ ഖാലി ഖജനാവല്ല, 6000 കോടി രൂപ മിച്ചമുള്ള ഖജനാവാണ് LDF ഏൽപ്പിച്ചത്. ഇപ്പോ ആദ്യ 3 മാസങ്ങളെടുത്താൽ അപ്പൊ തന്നെ 33,311 കോടി രൂപയുടെ റവന്യൂ വരുമാനം ഖജനാവിലെത്തിയിരുന്നു. ഇതില് 28,060 കോടി രൂപയും നികുതി വരുമാനമാണ്. അപ്പോ LDF സർക്കാർ GST വകുപ്പിൽ നടത്തിയ ഘടനാപരമായ മാറ്റങ്ങൾ, അതേപോലെ തന്നെ നികുതി ചോർച്ച തടയുന്നതിന് IT അധിഷ്ഠിതമായി സ്വീകരിച്ച കർശന നടപടികൾ, ഇതൊക്കെയാണ് വരുമാന വർധനവിന് ഇടയാക്കിയത്. ഇത്തരം അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്തി വരുമാനം വർദ്ധിപ്പിക്കുകയും അതനുസരിച്ച് ചെലവുകൾ നിർവഹിക്കുകയും ചെയ്യുന്നതിൽ UDF സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് അനുഭവം. പൂർണ്ണമായും കടമെടുപ്പിനെയാണ് ആശ്രയിക്കുന്നത്. ഇത് സാമ്പത്തികമായി വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിനാണ് ഇടയാക്കുക.